ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ തന്നെയാകുന്നു. നമുക്കറിയാം, ഓരോ വ്യക്തികളുടെയും ജീവിതം വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളിലൂടെയാണ് ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തെയും ഫലങ്ങൾ അറിയാൻ നമ്മൾ അത്രത്തോളം ആകാംക്ഷാഭരിതരായി തന്നെയാണ് ഇരിക്കാറുള്ളത്. ഇതിൽ പറയുന്ന 99% ഫലങ്ങളും ഒരുപാട് പേർക്ക് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ തന്നെയായിട്ടാണ് വരാറുള്ളത്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വിശ്വാസമുള്ളവർ മാത്രമാണ് വീഡിയോ കാണേണ്ടത്. മറ്റുള്ളവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലും പരിഹസിക്കുന്ന രീതിയിലുമൊക്കെ ഒരുപാട് ആളുകൾ കാണുകയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നതായി കാണാറുണ്ട്. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രീതി കൂടിയാണ്. അതുകൊണ്ട് തന്നെ നല്ല വിശ്വാസമുള്ളവർ മാത്രം വീഡിയോ മുഴുവനായി കാണുക. നിങ്ങളുടേതായ അനുഭവങ്ങൾ നിങ്ങളിവിടെ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. സ്ക്രീനിൽ തന്നിരിക്കുന്ന 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും ആകർഷിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് തിരഞ്ഞെടുക്കാനായി പറയുന്ന ഒരു ചിത്രം തന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. മനസ്സ് ചഞ്ചലമാക്കിക്കൊണ്ട് തന്നെ ചിത്രം തിരഞ്ഞെടുക്കരുത്. അപ്പോൾ കിട്ടുന്ന ഫലങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടദേവീ ദേവന്മാരെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുക്കുക. ആ ചിത്രത്തിൻ്റെ പിന്നിൽ അതിൻ്റേതായ ഫലങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുത്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾ തിരഞ്ഞെടുത്ത പ്രകാരമുള്ള ചിത്രത്തിലെ ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ഒക്കെ നേരെയാവാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ. മറ്റൊരാളോടും പരുഷമായി അല്ലെങ്കിൽ ദേഷ്യത്തോടെ പെരുമാറാൻ കഴിയുന്ന ആളല്ല നിങ്ങൾ. നല്ലൊരു ജീവിതമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വമാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ ഒരു നല്ല കാലം സ്വപ്നം കണ്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും കാത്തിരിക്കുന്നവരാണ് നിങ്ങൾ. പക്ഷേ നിങ്ങളുടെ ചുറ്റുപാടുള്ളവർ നല്ല രീതിയിൽ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. അവർ നിങ്ങളുടെ ഇപ്പോഴുള്ള ഈ ഒരു ജീവിത രീതിയിൽ പോലും അസ്വസ്ഥരാണ് എന്നർത്ഥം. ഇത് നിങ്ങൾക്ക് പല അനുഭവത്തിലൂടെയും മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അവരെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് അത് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ തന്നിരിക്കും. അവഗണിക്കേണ്ടവരെ തീർച്ചയായും അവഗണിച്ചു തന്നെ ജീവിക്കുക. കാരണം ഇക്കൂട്ടർക്ക് എന്ത് നല്ല കാര്യം ചെയ്തിട്ടും സ്നേഹത്തോടെ പെരുമാറിയിട്ടും ഒരു കാര്യവുമില്ല. നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകളായിരിക്കും ഇവർ നിങ്ങൾക്ക് തരിക. നിങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ നിസ്സഹായാവസ്ഥയിൽ എത്തിച്ചേരുന്നതാണ്. ജീവിതത്തിൽ തരക്കേടില്ലാതെ ജീവിക്കുന്നുണ്ട് എങ്കിലും ഒന്നും പൂർണ്ണമായി അനുഭവപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം. എന്തൊക്കെയോ വിഷമങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ വ്യക്തമായ മറുപടി ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കാതെ വരുന്നു എന്നർത്ഥം. യഥാർത്ഥത്തിൽ ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കാതെ അലയേണ്ട ഒരവസ്ഥയാണ് നിങ്ങൾക്ക് വരാറുള്ളത്. ഈശ്വര കടാക്ഷമുള്ളത് കൊണ്ട് തന്നെ പല ചീത്ത സമയങ്ങളിലും നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുവാൻ ഈ ഒരു അദൃശ്യ സാന്നിധ്യം നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. എന്നാൽ മനസ്സ് വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ നിന്നല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മറികടക്കാൻ പെട്ടെന്ന് സാധിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സമയത്തോടും തേടി വരുന്ന അവസരങ്ങളോടും പ്രതിബദ്ധത കാണിക്കണം എന്നർത്ഥം. അത് വളരെയധികം അമൂല്യമാണ്. ഇപ്പോൾ വീണുകിട്ടുന്ന പല അവസരങ്ങളും ഇനി നിങ്ങൾക്ക് ലഭിച്ചേക്കണമെന്നില്ല. ഓരോന്നും നടക്കേണ്ട സമയത്ത് തന്നെ അത് ചെയ്യാൻ ശ്രമിക്കണം. ശക്തമായ വ്യക്തിത്വത്തിന് ഉടമകളാണ് നിങ്ങൾ. ഭാഗ്യസമയങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സമയമാണ് വരാൻ പോകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ നടന്നു കിട്ടാനുള്ള ഒരു സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. ഉയർച്ചയിലൂടെയും അതിലേറെ താഴ്ചയിലൂടെയുമാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.
എന്നാൽ ഇനി അങ്ങോട്ട് ചില ക്രമീകരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനുള്ള സാധ്യതകളുമുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാവുന്നതാണ്. ധനലാഭവും കുടുംബാന്തരീക്ഷവും നല്ല രീതിയിൽ ആവാനും അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ തടസ്സം കൂടാതെ നടക്കാനുമുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. അതുപോലെ ഏതു കാര്യം ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധ ഉണ്ടാകണമെന്ന് പ്രത്യേകം പറയേണ്ട ഒരു വസ്തുതയാണ്. ചില സമയങ്ങളിലെ എടുത്തുചാട്ടം, കോപം ഇവയൊക്കെ നിങ്ങൾക്ക് വളരെയധികം ദോഷകരമായി മാറാനുള്ള വഴി തെളിയിക്കുന്നതാണ്. മുൻജന്മദോഷം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് അനുഭവിക്കേണ്ടി വരുന്ന പല വിഷമങ്ങളും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. കഷ്ടകാലങ്ങളൊക്കെ മാറിക്കിട്ടാൻ പോകുന്നു. നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതകളും ഉണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ നിങ്ങളെ വളരെയധികം മനോവിഷമത്തിലാക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിൽ വളരെ നല്ല പോലെ ശ്രദ്ധിച്ചുകൊണ്ട് മുൻകരുതൽ എടുത്തുകൊണ്ട് സ്വയം ചികിത്സയ്ക്കൊന്നും നിൽക്കാതെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാർഗങ്ങളൊന്നും സ്വീകരിക്കാതെ നിങ്ങളുടെ ആരോഗ്യത്തിൽ നല്ല പോലെ ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് ഈ ഒരു ചിത്രം പറയുന്നത്. ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം സമൃദ്ധി ഉണ്ടാകുന്നതാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. ദേഷ്യവും വാശിയുമൊക്കെ വളരെയധികം ഉള്ളവർ കൂടിയാണ് നിങ്ങൾ. എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ ചെലുത്തുന്ന ഒരു സ്വഭാവക്കാരാണ് നിങ്ങൾ. എല്ലാ കാര്യത്തിലും വളരെയധികം ആലോചിച്ച ശേഷം മാത്രമായിരിക്കും ഒരു അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ. ഏതു കാര്യത്തിലായാലും അത് സാധിക്കുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങൾക്കുള്ളത്. കൈമേയ് മറന്ന് പണിയെടുക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. ചെറുപ്പകാലം വളരെയധികം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു മനധൈര്യം അല്ലെങ്കിൽ മനക്കരുത്ത് നിങ്ങൾക്ക് നല്ല പോലെയുണ്ട്. ആത്മാർത്ഥത കുറച്ച് കൂടുതൽ ഉള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കിടയിലും വീട്ടുകാർക്കിടയിലുമൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ ഇടപെടുവാനും ഇവർക്ക് നല്ലൊരു ആശ്വാസം കൊടുക്കുവാനും നിങ്ങൾ എപ്പോഴും ശ്രമിക്കുന്നതാണ്. ശത്രുക്കളോടും എതിർക്കുന്ന ആളുകളോടും യാതൊരു വിധത്തിലുള്ള ദാക്ഷിണ്യവും ഇല്ലാതെ പെരുമാറുന്ന ഒരു വ്യക്തി കൂടിയാണ് നിങ്ങൾ. സ്വന്തം കഴിവുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്നവരായിരിക്കും. ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാനുള്ള ഒരു താല്പര്യം കൂടിയുള്ളവരാണ് നിങ്ങൾ. നിങ്ങളുടെ ഒരു നെഗറ്റീവ് സ്വഭാവം എന്ന് പറയാനായിട്ടുള്ളത് സ്ഥിര അഭിപ്രായം ഇവർക്കുണ്ടായിരിക്കില്ല എന്നതാണ്. മറ്റുള്ളവരുടെ അഭിപ്രായത്തിനനുസരിച്ചായിരിക്കും ചിലപ്പോൾ നിങ്ങളൊരു തീരുമാനം എടുക്കുക. ദേഷ്യം നിങ്ങളുടെ മറ്റൊരു നെഗറ്റീവാണ്. ഒന്നും മറച്ചു വയ്ക്കാതെ ആരോടും എന്തും മുഖത്തടിച്ച പോലെ പറയുന്ന ഒരു പ്രകൃതം കൂടി നിങ്ങൾക്കുണ്ട്. ഇത് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള ദോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും പല അവസരങ്ങളിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങൾ ആർക്കും ഒരു തരത്തിലുള്ളൊരു ദോഷ പ്രവൃത്തികളും ചെയ്യാനായിട്ട് നിൽക്കാറില്ല. രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കില്ല. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാകില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ പല അപമാനങ്ങളും അപവാദങ്ങളും ഒക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ കേൾക്കാനായിട്ടുള്ള ഇട വന്നിട്ടുണ്ട്. ജീവിത സുഖമൊക്കെ കുറച്ച് കുറവാണ് ഈ കൂട്ടുകാർക്കുള്ളത്. എങ്കിലും ഒരുപാട് ക്ലേശങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ചുരുക്കം ചിലവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ചില കുറവുകളും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ചിലപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതൊക്കെ ആയാലും മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള ഒരു നല്ല സമയം ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഭാഗ്യങ്ങളും നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ കഴിവുള്ളവർ തന്നെയാണ് നിങ്ങൾ. എല്ലാ രീതിയിലുള്ള അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ നേടിയെടുക്കാൻ കഴിവുള്ളവർ തന്നെയാണ്. യാത്രകളൊക്കെ നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് തന്നെ വിദേശ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യാനും അതുപോലെ തന്നെ ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യാൻ അവസരങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ്. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനങ്ങളും നടത്താൻ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് നിങ്ങൾ വിചാരിക്കാത്തൊരു ക്ഷേത്രത്തിൽ പോലും എത്തിച്ചേരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്.
എന്ത് തന്നെ ആയാലും കുറച്ച് കഷ്ടനഷ്ടതകൾ ഉണ്ടായാലും നിങ്ങൾക്ക് ഭാഗ്യങ്ങൾ വളരെയധികം തേടിയെത്താനുള്ള ഒരു സമയമാണ് ഇനി വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണെങ്കിൽ പോലും അതൊക്കെ നടന്നു കിട്ടുവാനുള്ള ഭാഗ്യവും നിങ്ങൾക്കിനി വരും നാളുകളിൽ കാണുന്നുണ്ട്. ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്.